യുമൊക്കെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകൾ അത്യുദാരനായ റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പൂർണ്ണമായ മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും പ്രതിസന്ധികളും ബാധ്യതകളും എല്ലാത്തിനും പൂർണ്ണമായ ശിഫ തന്ന്, സലാമത്ത് തന്ന്, സൗഖ്യം തന്ന്, സമാധാനം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ ഹജ്ജ് ഉംറകൾക്ക് വേണ്ടി നമ്മുടെ മഹല്ലിൽ നിന്നും നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഇതുവരെ പുറപ്പെട്ടവർ, ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ, പടച്ച റബ്ബ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എല്ലാ തൗഫീഖുകളും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, മസ്ജിദിൻ്റെ തൊട്ടടുക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ നമ്മുടെ കാരണവന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, പടച്ചവൻ അവർ ഓരോരുത്തരുടെയും ഖബറുകൾ സ്വർഗീയ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരിശുദ്ധ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് പ്രദാനിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജിനു വേണ്ടി ഹാജിമാർ അവരുടെ യാത്ര ആരംഭിച്ച സമയമാണ്. നമ്മുടെ മഹല്ലിൽ നിന്ന്, നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഹജ്ജിനു വേണ്ടി പോകുന്നവർ, അവരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളവരും അവരുടെ യാത്ര പുറപ്പെടാനുള്ള അറിയിപ്പ് ലഭിച്ച് അതിനുവേണ്ടി തയ്യാറെടുത്ത് കാത്തിരിക്കുന്നവരാണ്. ഹജ്ജ് കമ്മിറ്റിയിൽ ഇൻഷാ അല്ലാഹ് ഈ 26-ാം തീയതിക്ക് ശേഷമാണ് ഗവൺമെന്റ് ഹജ്ജ് കമ്മിറ്റിയിൽ പുറപ്പെടുന്ന ഹാജിമാർക്ക് അവരുടെ യാത്രയുടെ സമയം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. പടച്ചവൻ വിശുദ്ധമായ ഹറമുകളിലെത്തി ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ, അവൻ്റെ തൃപ്തിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ, സിയാറത്തുകൾ നിർവഹിക്കാനുള്ള എല്ലാ തൗഫീഖുകളും അവർ ഓരോരുത്തർക്കും പ്രദാനിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ ഒരു തൗഫീഖാണ്. അതോടൊപ്പം ഒരു യഥാർത്ഥ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യന് ഈ ദുനിയാവിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ പെട്ടതുമാണ്. ഒരു യഥാർത്ഥ ഹജ്ജ്, ഒരു യഥാർത്ഥ ഹാജിയാകുക എന്നുള്ളത് ഈ ദുനിയാവിൽ ഒരു ഈമാനുള്ള മനുഷ്യന്, മുസ്ലിമായ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്
ഹജ്ജിന് പോകുന്നവർ, ഉംറക്കായി പുറപ്പെടുന്നവർ, അവർ അള്ളാഹുവിന്റെ വഫ്ദാണ്, പടച്ചവന്റെ പ്രത്യേകമായ സംഘമാണ്, അള്ളാഹുവിന്റെ അതിഥികളാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹുവിന്റെ വിളി കേട്ട് ആ വിളിക്ക് മറുപടിയായി യാത്ര പുറപ്പെടുന്നവരാണ് ഹാജിമാർ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. പരിശുദ്ധമായ ഖുർആനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ വിളംബരം അറിയിക്കുന്നതാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളോട് ഹജ്ജിന്റെ വിളംബരം അങ്ങ് നടത്തുക, വിളിച്ചു പറയുക ജനങ്ങളോട്. അവർ അങ്ങയുടെ അടുക്കലേക്ക് വരും, ഹജ്ജിനായിട്ട് വരും. ചിലർ നടന്നു വരും, ചിലർ വിദൂര ദിക്കുകളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങളിലായി, ലോകത്തിന്റെ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങളിലും നടന്നുമൊക്കെയായി യഅതൂക, അങ്ങയുടെ അടുക്കലേക്ക് എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക്, വിശുദ്ധ ഹജ്ജിനായി അവർ എത്തിച്ചേരും. അങ്ങ് വിളംബരം നടത്തുക. പരിശുദ്ധമായ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൊടുത്ത നിർദ്ദേശം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം, ഞങ്ങളിൽ നിന്ന് ഈ അമൽ നീ സ്വീകരിക്കണം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ദുആ ചെയ്തതാണ്. അതിനുശേഷം ഹജ്ജിന്റെ വിളംബരം നടത്താൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നപ്പോൾ സഫാ മലയോട് ചേർന്ന് കിടക്കുന്ന ജബൽ അബി ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ മലയുടെ മുകളിൽ കയറി നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും ഹജ്ജിന്റെ വിളംബരം അറിയിച്ചു, വിളിച്ചു പറഞ്ഞു, വിശുദ്ധമായ ഗേഹത്തിലേക്ക് നിങ്ങൾ ഹജ്ജിനായിട്ട് എത്തിച്ചേരണം എന്ന വിളംബരം നടത്തി എന്നാണ്. അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആ വിളി കേട്ടിട്ടുണ്ട്. ആ വിളി കേൾക്കാത്തവരായി ആരുമില്ല. ഖിയാമത്ത് നാൾ വരെ ജനിക്കാനുള്ള മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കൾ പിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും ഒക്കെ മുതുകുകളിലായും അല്ലാതെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളം കേട്ടിട്ടുണ്ട് എന്നാണ്. ആ വിളി കേൾക്കാത്തവരായിട്ട് ആരുമില്ല. നമ്മളെല്ലാം അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാളം കേട്ടിട്ടുണ്ട്. നമ്മുടെ പിതാമഹന്മാരുടെ ഒക്കെ മുതുകുകളിലായിരിക്കും നമ്മൾ. ഫമൻ അജാബ യൗമഇദിൻ, അന്നത്തെ ആ വിളിക്ക് ആരാണോ ഉത്തരം കൊടുത്തിട്ടുള്ളത്, മറുപടി കൊടുത്തിട്ടുള്ളത്, ഹജ്ജ അലാ ഖദ്രിൽ ഇജാബ, ആ ഉത്തരത്തിന്റെ മറുപടിയുടെ തോതനുസരിച്ച് അവർ ഹജ്ജ് നിർവഹിക്കുന്നതാണ്. ഇന്നജാബ മറ, ഒരു പ്രാവശ്യമാണ് മറുപടി കൊടുത്തതെങ്കിൽ ഫമറ, ഒരു പ്രാവശ്യം ഹജ്ജ് നിർവഹിക്കും. ഫമറത്തൈൻ, രണ്ട് പ്രാവശ്യം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വഇന്നജാബ മറത്തൈൻ ഫമറത്തൈൻ, രണ്ട് പ്രാവശ്യം മറുപടി കൊടുത്താൽ രണ്ട് പ്രാവശ്യം, പല പ്രാവശ്യം മറുപടി കൊടുത്താൽ പലവട്ടം വിശുദ്ധമായ ഹജ്ജിനു വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് കഅബയുടെ
വിശുദ്ധമായ മക്കയിലേക്ക്, കഅബയിലേക്ക് അവർ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളത്തിന് മറുപടിയായിട്ടാണ് ഹാജിമാര് പുറപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന സഹാബി ഒരിക്കൽ തന്റെ കൂടെയുണ്ടായിരുന്നവരോട് ചോദിച്ചു, എന്താണ് തൽബിയത്ത് എന്ന് നിങ്ങൾക്കറിയുമോ? ഹാജിമാരുടെ മന്ത്രധ്വനിയാണ് തൽബിയത്ത്. ആ തൽബിയത്ത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ തൽബിയത്ത് എന്താണ് എന്നറിയുമോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല കൂടെയുള്ള ആളുകൾ, തൽബിയത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാന്ത്രിക ശേഷിയുള്ള ഒരു മന്ത്രധ്വനിയാണ്. ജീവിതത്തിൽ എന്നെങ്കിലും പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ പോയിട്ട് ആ തൽബിയത്ത് ചൊല്ലാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ ലോകത്ത് എവിടെ വെച്ചാ തൽബിയത്ത് കേട്ടാലും നമ്മുടെ മനസ്സ്, നമ്മുടെ ഖൽബ് മക്കയിലേക്ക്, കഅബയിലേക്ക് സഞ്ചരിക്കും. അത് തൽബിയത്തിന്റെ പ്രത്യേകതയാണ്. അതിനൊരു വല്ലാത്ത വശീകരണ ശേഷിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ മക്കയിൽ കഅബാലയത്തിന്റെ അടുക്കൽ പോയി എന്ന് തൽബിയത്ത് ചൊല്ലിയ ആളുകൾ ആ തൽബിയത്ത് കേൾക്കുമ്പോൾ തന്നെ കഅബയിലേക്ക്, മക്കയിലേക്ക്, വിശുദ്ധ ഹറമിലേക്ക് അവരുടെ മനസ്സ് സഞ്ചരിക്കും. അതിലൊരു തർക്കമില്ല. ഉംറയ്ക്ക് ഇഹ്റാം നിർവഹിക്കുന്നവർ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ അവിടം മുതൽ വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ തവാഫ് തുടങ്ങുന്നത് വരെ ചൊല്ലുന്നത് തൽബിയത്ത് മാത്രമാണ്. ഹജ്ജിന് ഇഹ്റാം നിർവഹിക്കുന്നവർ, നിയ്യത്ത് ചെയ്യുന്നവർ, ആ ഹജ്ജിന്റെ നിയ്യത്ത് മുതൽ, ഇഹ്റാം മുതൽ ബലിപെരുന്നാളിന്റെ ദുൽഹജ്ജ് 10 അന്ന് ജംറത്തുൽ അഖബയിൽ എറിയുന്നതിന് തൊട്ടു മുമ്പ് വരെ ചൊല്ലാനുള്ളത് തൽബിയത്ത് എന്ന മന്ത്രം മാത്രമാണ്. തൽബിയത്ത് എന്ന മന്ത്രം ജംറത്തുൽ അഖബയിൽ എറിയുന്നതിന് തൊട്ടു മുമ്പ് വരെ ഹാജിയുടെ അത്ഭുത മന്ത്രം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, എന്താണ് തൽബിയത്ത് എന്നറിയോ? ഇവര് പറഞ്ഞു, അറിയില്ല, അങ്ങ് തന്നെ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ലമ്മാ ഉമിറ ഇബ്രാഹിം അൻ യുഅദ്ദിന ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ ഹജ്ജിന്റെ വിളംബരം നടത്താൻ ഖഫലത്തിൽ ജിബാലു റൂസഹാ, പർവ്വതങ്ങളൊക്കെ അതിന്റെ തല താഴ്ത്തി കൊടുത്തു. ലോകത്തുള്ള മുഴുവൻ മലകളും പർവ്വതങ്ങളും തല താഴ്ത്തി കൊടുത്തു. വറുഫിഅത് ലഹുൽ ഖുറാ, നാടുകളൊക്കെ ഉയർത്തപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ നാടുകളും ഉയർത്തപ്പെട്ടു. ഫനാദാ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ജബൽ അബി ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നിട്ട് ഹജ്ജിന്റെ വിളംബരം നടത്തിയപ്പോൾ ഫഅജാബഹു കുല്ലു ശൈ, ലോകം മുഴുവനും ആ വിളിയാളം കേട്ടു. എല്ലാ വസ്തുക്കളും, എല്ലാ മനുഷ്യരും അതിന് മറുപടി കൊടുത്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഇതാ മറുപടി തരുന്നു, ഉത്തരം തരുന്നു അല്ലാഹ്. അന്നത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ലോകം മുഴുവൻ നമ്മളും മറുപടി കൊടുത്തവരാണ്. നമുക്കവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനൊരു തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ആ വിളിയാളത്തിന് മറുപടി കൊടുത്തുകൊണ്ടുള്ള ഒരു ചരിത്ര നിയോഗത്തിലേക്കാണ് ഓരോ ഹാജിയും സഞ്ചരിക്കുന്നത്.
ഒരു ഹാജ് പോകുന്നത് ആ ചരിത്ര നിയോഗാണ്. ഇബ്രാഹിം നബിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിയോഗമാണ്, ഒരു ദൗത്യമാണ് ഒരു ഹാജി ഏറ്റെടുത്തിരിക്കുന്നത്. ആ ചരിത്ര ദൗത്യത്തിൽ ഒരു കണ്ണിയാകാൻ നമുക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ, ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ നിലക്ക് തന്നെ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിഥിയാണ്, പടച്ചവന്റെ അതിഥിയായിട്ടാണ് ഹാജിമാരെ അള്ളാഹു സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു അതിഥി വന്നാൽ 3 ദിവസം അതിഥി സൽക്കാരത്തിന്റെ സമയമാണ്. 3 ദിവസക്കാലം, ഒരു ദിവസമല്ല, ഒരു നേരമല്ല, 3 ദിവസം. നീ പോകണില്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. 3 ദിവസക്കാലം അതിഥി സൽക്കാരത്തിന്റെ സമയമാണ്. വേണ്ട നിലക്ക് അതിഥിയെ സന്തോഷിപ്പിക്കുന്ന നിലക്കുള്ള ഭക്ഷണങ്ങളും മറ്റു സ്വീകരണങ്ങളും നമ്മൾ കൊടുക്കണം. 3 ദിവസക്കാലം. 3 ദിവസം കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സദക്കയാണ്. എന്നിട്ടും പോണില്ല, നമ്മൾ കൊടുക്കണോ? നമുക്ക് പ്രത്യേകം സദക്കയുടെ കൂലിയാണെന്നാണ്. അതിഥിയായിട്ട് വരുന്നവരോട് നിർദ്ദേശമുണ്ട്, കുടുംബക്കാരെ ഇടങ്ങേറാക്കുന്ന നിലയിൽ ഒരു വീട്ടിൽ തങ്ങുകയോ കൂടുകയോ ഒന്നും ചെയ്യരുത്. അത് വേറെ നിർദ്ദേശം. പക്ഷെ നമ്മൾ അങ്ങോട്ട് നിങ്ങൾ പോകുന്നില്ലേന്നോ, അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കാൻ പാകത്തിനോ, എങ്ങനെയെങ്കിലും മടുത്ത് പോകാൻ പാകത്തിനോ ഉള്ള സമീപനം ആതിഥേയന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് സാധാരണ നമ്മുടെ വീട്ടിൽ വരുന്ന അപ്പൊ അള്ളാഹുവിന്റെ അതിഥികൾ അള്ളാഹു സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും? അള്ളാഹുവിന്റെ അതിഥികളെ ഒരു ഹാജി വന്നു കഴിഞ്ഞാൽ ഇന്നൽ ഹുജ്ജാജ ഇദാ ഖദിമൂ മക്ക, ഹാജിമാരും മക്കയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ തലഖത്തുഹുമുൽ മലായിക, മലക്കുകൾ കണ്ടുമുട്ടും. ഫസല്ലമൂ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കോടാനുകോടി മലക്കുകൾ അവരോട് സലാം പറയും. വസാഫഹു, അവരുടെ കൈ പിടിച്ച് ഹസ്തദാനം നടത്തും. വഅതനഖൂ, മാത്രമല്ല ആലിംഗനം ചെയ്യും. ഓരോ ഹാജിയെയും ഓരോ ഹജ്ജുമ്മയെയും മക്കയിലേക്ക് അവർ എത്തിച്ചേർന്നാൽ മലക്കുകൾ അവരെ സ്വീകരിക്കുന്നത് സലാം ചൊല്ലി കൈപിടിച്ച് മുസാഫഹ ചെയ്ത് ഹസ്തദാനം നടത്തിയിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അള്ളാഹുവിന്റെ കോടാനുകോടി വരുന്ന മലക്കുകൾ അവരെ സ്വീകരിക്കുന്നതാണ്. അള്ളാഹു അങ്ങനെ മലക്കുകളെ ചുമതലപ്പെടുത്തിയേക്കാണ്. വിശുദ്ധ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഏർപ്പെടുത്തിയേക്കാണ്. തീർന്നില്ലല്ലോ, ഒരു യഥാർത്ഥ ഹാജി മടങ്ങുന്നത് അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു യഥാർത്ഥ ഹാജിക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനം അത് സ്വർഗമാണ്, സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു യഥാർത്ഥ ഹാജി അള്ളാഹ് കൊടുക്കുന്ന സമ്മാനം സ്വർഗാണ്. സ്വർഗം വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോരാന്നാണ്. മടക്കം കയൗമി വലദതുഹു ഉമ്മുഹു, നവജാത ശിശുവിനെ പോലെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരായി തെളിഞ്ഞ ഹൃദയത്തോടെ ഖൽബോടെ ഒരു പുതുജീവിതത്തിലേക്കാണ് ഒരു ഹാജി, ഒരു യഥാർത്ഥ ഹാജി മടങ്ങുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതാണ്, നവജാത ശിശുവിനെ പോലെ ആയിത്തീരും ഒരു ഹജ്ജ് കഴിയുമ്പോ ആ വ്യക്തി ചെയ്ത ഹജ്ജ് യഥാർത്ഥ ഹജ്ജായാൽ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹാജിക്ക് മാത്രമല്ല, ആ ഹാജി പ്രതിനിധീകരിക്കുന്ന ആ കുടുംബത്തിനും ആ സമൂഹത്തിനും ആ മഹല്ലിനും അവർക്കെല്ലാം സൗഭാഗ്യമാണെന്നാണ്. വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഹാജി ആർക്കൊക്കെ വേണ്ടിയാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അവർക്കൊക്കെ സൗഭാഗ്യമാണ്.
ഹജ്ജ് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബക്കാർക്ക്, ആർക്കൊക്കെ വേണ്ടി ഹാജി ദുആ ചെയ്യുന്നു, പൊറുക്കൽ തേടുന്നു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസിലുണ്ട്, അൽ ഹാജു യശ്ഫഉ ഫി 400 അഹ്ലി ബൈത്തിൻ. ഒരു ഹാജി 400 വീട്ടുകാർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ള വ്യക്തിയാണ്. 40 അല്ല, 400 വ്യക്തി എന്നല്ല, അഹ്ലു ബൈത്ത്, കുടുംബമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 400 കുടുംബങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ, ശഫാഅത്ത് നിർവഹിക്കാൻ ഉള്ള അധികാരം ഒരു ഹാജിക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഉംറയ്ക്ക് പോകുന്ന സമയം, യാത്രയാക്കുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ ദുആ വസിയത്ത് ചെയ്തത്, യാ ഉഖയ്യ, എന്റെ പൊന്നും സഹോദരാ, ലാ തൻസനി മിൻ ദുആഇക്, നിന്റെ പ്രാർത്ഥനയിൽ നിന്ന്, ദുആയിൽ നിന്ന് എന്നെ നീ മറക്കരുത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലാണ് ദുആ വസിയത്ത് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉംറയ്ക്ക് വേണ്ടി യാത്രയാക്കുന്ന സമയം, യാ ഉഖയ്യ, എന്റെ പൊന്നു സഹോദരാ, ലാ തൻസനി മിൻ ദുആഇക്, നിന്റെ പ്രാർത്ഥനയിൽ നിന്ന്, ദുആയിൽ നിന്ന് എന്നെ നീ മറക്കരുത് കേട്ടോ. ഹജ്ജല്ല, ഉംറയ്ക്കാ പോകുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവരിലൂടെ, അവിടെ എത്തുന്നവരിലൂടെ, അവരെ പ്രതിനിധീകരിക്കുന്ന നാട്ടിലുള്ളവർക്ക് വലിയ നേട്ടം ലഭിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അദാമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഹാജി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഹജ്ജിന് പോകുകട്ടോ, അതുകൊണ്ട് ദുആ ചെയ്യണോട്ടോ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ, ആരെങ്കിലും ഒരാൾ ഹജ്ജിന് പോകുന്നുണ്ടെന്നറിഞ്ഞാൽ അങ്ങോട്ട് പോയി നമ്മൾ ദുആ വസിയത്ത് ചെയ്യാൻ സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. ഹാജി ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്നല്ല, അത് വേണം, അത് വേറെ തയ്യാറെടുപ്പിന്റെ ഭാഗം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോണം. അങ്ങോട്ട് പോയിട്ട്, അവൻ എന്നെ ഹജ്ജിന് വിളിച്ചില്ലല്ലോ, അവിടെ വീട്ടില് പരിപാടി നടന്നു പറഞ്ഞില്ലല്ലോ, ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് പറഞ്ഞു, അങ്ങനല്ല. നമ്മൾ അങ്ങോട്ട് പോയി, വീട്ടിൽ പോകണ്ട, വഴിയിൽ വെച്ച് കാണുമ്പോഴായിക്കോട്ടെ, പള്ളിയിൽ വരുമ്പോഴാകട്ടെ, നീ ഹജ്ജിന് പോവാന്നറിഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാവശ്യപ്പെടണം. നമുക്കാണ് നേട്ടം അവരിലൂടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അവരാര് പോകുന്നു എന്നല്ല, എങ്ങോട്ടാണ്, അവരുടെ ലക്ഷ്യമെന്താണ്, അവർ ആരിലേക്കാണ് പോകുന്നത്, ആരുടെ അടുക്കലേക്കാണ്? പരിശുദ്ധമായ മക്കയിലേക്കാണ്, കഅബാലയത്തിന്റെ അടുക്കലേക്കാണ്. വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കലേക്ക് ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരുടെ ആത്മാക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധമായൊരു സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. എല്ലാ നബിമാരുടെയും ആത്മാക്കൾ ഒരുമിച്ചുകൂടും. പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ കോടാനുകോടി വരുന്ന മലക്കുകൾ സംഗമിക്കുന്ന വേദി. മാത്രമല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഓരോ കാലഘട്ടത്തിലും ലോകത്തെ ദുനിയാവിന്റെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന ഔലിയാക്കന്മാരുടെ ഉന്നതമായ ദറജകളിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ഓരോ കാലഘട്ടത്തിലുമുള്ള ഖുതുബുകളും ഔത്താദുകളും അബ്ദാലുകളുമെല്ലാം ഒരുമിച്ച് കൂടുന്ന മഹാസമ്മേളനം. അതാണ് വിശുദ്ധമായ ഹജ്ജ്. അവിടെ ഒരുമിച്ച് കൂടാത്തവരില്ല. ഇന്നത്തെ ലോകത്തെ ഔലിയാക്കന്മാരുടെ നേതൃപദവിയിലുള്ള ആളുകൾ അവരെല്ലാവരും അവിടെ വരുന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ആത്മീയമായ സമ്മേളനം, ഏറ്റവും വലിയ ആത്മീയ സംഗമമാണ്. ആത്മീയ സംഗമമാണ് പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത്. അതിലൊരു കണ്ണിയാകാൻ നമുക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം നമുക്ക് ലഭിക്കാനില്ല, ഒരു ഹാജിക്ക് ലഭിക്കാനില്ല. ദുനിയാവും രക്ഷപ്പെട്ടു, ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മുടെ ഹാജിമാരെയൊക്കെ ആ നിലക്ക് സ്വീകരിക്കട്ടെ. പക്ഷേ ഒരു യഥാർത്ഥ ഹാജി ആകാൻ വേണ്ടി നമ്മൾ പോകണം. ഒരു യഥാർത്ഥ ഹാജി, അവിടെയാണ് വിഷയമുള്ളത്. ഒരാള് മരണത്തിനു വേണ്ടി എങ്ങനെ തയ്യാറെടുക്കുന്നോ അതുപോലെ ഹജ്ജിനും വേണ്ടി തയ്യാറെടുക്കണമെന്നാണ്.
അടുത്ത മാസം 25-ാം തീയതി മരിക്കുമെന്ന് പറഞ്ഞാൽ ആ മരണത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ അതുപോലെ ഹജ്ജിനും വേണ്ടി തയ്യാറെടുക്കണം. അങ്ങനെ പോകണം വിശുദ്ധമായ ഹറമിലേക്ക്, വിശുദ്ധമായ കഅബാലയത്തിങ്കലേക്ക്, അറഫയിലേക്ക്, മിനയിലേക്ക്, മുസ്ദലിഫയിലേക്ക് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. അങ്ങനെ മറ്റാരുടെയെങ്കിലും വെറുപ്പോടെയും ശത്രുതയോടെയും അകൽച്ചയോടെയും കൂടെ നമ്മൾ മരിക്കാൻ പാടില്ല എന്നാണ്. ഒരാൾ ഹജ്ജിനും പോകാൻ പാടില്ല എന്നാണ്. നമ്മൾ മരിക്കുകയാണെങ്കിൽ മറ്റൊരാളുമായിട്ടുള്ള ശത്രുതയും പിണക്കവും അകൽച്ചയും അങ്ങനെ നമ്മൾ മരിക്കാൻ പാടില്ല. ഖബറിൽ പോയി കിടക്കാൻ പറ്റൂല, നമുക്ക് ഹജ്ജിനും പോകാൻ പാടില്ല. അതിനെല്ലാം പരിഹാരം കാണണം. അത്തരം കാര്യങ്ങളിലെല്ലാം പരിഹാരം കണ്ടേക്ക്. താഴേണ്ട സ്ഥലങ്ങളിൽ താഴാതെ ഒരാൾ മരിക്കരുത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ തല ഉനിക്കേണ്ടി വരും, അല്ലാതെ നമ്മൾ മരിക്കരുത്. ഹജ്ജിനും അതുപോലെ തന്നെയാണ്. ഹജ്ജിനും അതുപോലെ തന്നെ താഴേണ്ട സ്ഥലങ്ങളിൽ താഴ്ന്ന് പൊരുത്തം വാങ്ങാനുള്ളവരുടെ പൊരുത്തമെല്ലാം ചോദിച്ചു വാങ്ങി. ആ ചോദിക്കുന്നതിന് ചില രീതികളുണ്ട്. ഹജ്ജിന്റെ സമയം മാത്രമല്ല, അല്ലാത്ത സമയത്തും ഒരാളുമായിട്ട് പൊരുത്തം ചോദിക്കുമ്പോ, പെരുന്നാളിന്റെ സമയമാകട്ടെ, റമദാന്റെ സമയമാകട്ടെ, ഏത് സമയമാകട്ടെ, ഒരാളോട് പൊരുത്തം ചോദിക്കുന്നതിന് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു വന്നോ എന്നൊരു മൈൻഡോടുകൂടെ അങ്ങനെയല്ല ചോദിക്കേണ്ടത്. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്ത്, അങ്ങനെയല്ല. വിനയത്തോടെ, താഴ്മയോടെ, ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ അവനോട് സംസാരിക്കുമ്പോ അവന് ബോധ്യം വരണം ഇത് ആത്മാർത്ഥമായിട്ടാണ്, ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ്. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള വിഷയമല്ല ഞാൻ പറയുന്നത്. ഏത് സമയത്തും ഒരു പൊരുത്തപ്പെടിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരാൾ ആത്മാർത്ഥമായിട്ട് വന്നിട്ട് നമ്മോട് പൊരുത്തം ചോദിക്കുന്ന സമയത്ത് അതൊരവസരമായിട്ട് കണ്ട് പ്രതികാര നടപടി എന്നോണം പൊരുത്തം കൊടുക്കാതിരിക്കുക, മുഖം തിരിച്ചു കളയുക, സലാം മടക്കാതിരിക്കുക, അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവസരം കിട്ടിയതാണല്ലോ, എന്തും പറയാനുള്ള അവസരം ഉണ്ടല്ലോ നമുക്ക്. നമ്മുടെ മുന്നിൽ അവൻ തലകുനിച്ച് നിൽക്കല്ലേ, അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടത് ചെയ്തതും ചെയ്യാത്തതും ഒക്കെ പറഞ്ഞുകൊണ്ട് അവസരമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അദാബ് ഉണ്ടാകാൻ, ശാപമുണ്ടാകാൻ കാരണമാകുന്ന സംഗതിയാണ്. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ വിട്ട് കളഞ്ഞേക്കണം അള്ളാന്റെ മുന്നിലേക്ക്, ബാക്കിയെല്ലാം പടച്ചവന്റെ മുന്നിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ ഹാജിയാകാൻ കയൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരായി തെളിഞ്ഞ മനസ്സോടെ നവജാത ശിശുവിനെ പോലെ മടങ്ങുന്ന യഥാർത്ഥ ഹാജിമാരിൽ നമ്മുടെ മുഴുവൻ ഹാജിമാരെയും നമ്മുടെ ഹജ്ജുമ്മമാരെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഹറമുകളിൽ ഒരു വട്ടം ഹജ്ജിനും ഉംറക്കുമായി എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള മനസ്സല്ലാഹു നമുക്ക് നൽകട്ടെ. തടസ്സങ്ങൾ എന്തെല്ലാം, സാമ്പത്തികമൊന്നും ഇതിന് തടസ്സമല്ല എന്നാണ്. നമുക്ക് ആഗ്രഹവും നമുക്ക് നല്ല നിയ്യത്തും നമുക്ക് അള്ളാഹുവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പടച്ചവൻ അതിനുള്ള വഴികളൊക്കെ തുറന്നു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹം.